ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2190. ഇന്ന് ഡിസംബർ മാസം 29-ാം തീയതി. ഈ ആണ്ടിലെ 363-ാമത്തെ ദിവസത്തിലെത്തി. ഇന്നും കൂടി അങ്ങ് കൂട്ടിയാൽ 3 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയാവുന്നത് ഈ ആണ്ട് കടന്നു പോകാനായിട്ട്. എന്തുമാത്രം പ്രതീക്ഷയിലും പ്രത്യാശയിലും പ്രതിജ്ഞകളിലും ഒരുക്കങ്ങളിലും ജാഗ്രതയിലും ആരംഭിച്ച 2025 കുറിച്ചാണ് ഈ പറയുന്നത്. എല്ലാം എത്രയോ വേഗം കൈവിട്ടുപോയി. വീണ്ടും ഒന്നും കൂടി ആരംഭിക്കാനായിട്ട് ചില സാധ്യതകൾ ഓരോരുത്തരും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അവനവന്റെ ഉള്ളിൽ ഒരു യേശു സ്നേഹത്തെ ഉണർത്തിയെടുക്കുവാനും അവ നിലനിർത്തുവാനും അവയിൽ നമ്മൾ നിലനിൽക്കാൻ ഇനിയെങ്കിലും ഒന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹിക്കാൻ ആളുണ്ട് എന്നതാണ് തുടർന്നും ജീവിക്കാനുള്ള കാരണം. അങ്ങനെ ഒരാളില്ലെങ്കിൽ പിന്നെ ഓരോ നിമിഷവും കുമള പോലെയാവും. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തകരാം. പ്രശ്നങ്ങളുടെ ഭീകരത കൊണ്ടല്ല ആളുകൾ തങ്ങളുടെ ശ്രമങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നത്. മടുത്തെന്ന് പറയുന്നത് പിന്നെന്താ? പിന്തുണയ്ക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ ആരുമില്ലാത്തത് മൂലമാണ്. ഒരാളെയെങ്കിലും ജീവിതത്തിൽ കണ്ടെത്തിയേ മതിയാവും. തുടങ്ങിയിടത്തേക്ക് തിരിച്ചെത്താനും ഒന്ന് വീണുപോയാൽ, ഒന്നും കൂടി വീണുപോയാൽ എഴുന്നേൽക്കാനും, എല്ലാ ശക്തിയും ചോർന്നു പോകുമ്പോഴും ഒന്ന് ഊർജമായി മാറാനും ഒരാളെങ്കിലും നിർബന്ധമാണ്. അങ്ങനെ ഒരാളെ കണ്ടെത്തിയ ശേഷമുള്ള ജീവിതമാണ് ഓരോരുത്തരെയും കുറെ കൂടി ഉന്മേഷഭരിതമാക്കുന്നത്. അല്ലാത്തവയെല്ലാം ലക്ഷ്യം കൈവരിക്കുന്നതിന് മുമ്പ് യാത്ര അവസാനിപ്പിക്കും. തീർച്ചയാണ്. സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന തോന്നലിന് ചില ഗുണങ്ങളുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണമെന്ന ചിന്തയുണ്ടാവും. പതിയെ ആത്മവിശ്വാസം വർദ്ധിച്ചു തുടങ്ങും. സ്വയം വില കൽപ്പിച്ചു തുടങ്ങും. പകരം എന്തെങ്കിലും തിരിച്ചു നൽകാനുള്ള ഒരു കുഞ്ഞ് ആവേശം എങ്കിലും ഉണ്ടാവും. സ്നേഹം എന്തെന്ന് അറിഞ്ഞു തുടങ്ങുമ്പോഴാണ് ഒരാൾ അയാളുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. ഓർത്തു നോക്കിയേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്നൊരു കൽപ്പന കൈമാറുന്നുണ്ട് ക്രിസ്തുയേശു. അതെ, നമുക്ക് തമ്മിൽ ശരിക്കും പറഞ്ഞ ഒരു സ്നേഹവുമില്ല. അതിന്റെ ഒരു കാരണം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവനവനെ കുറെ കൂടി സ്നേഹിപ്പാനും അപരനെ, സഹജീവിയെ കുറെ കൂടി ചേർത്ത് പിടിക്കാനുമായിട്ട് സാധിക്കട്ടെ. ഒരു പുതുവർഷത്തിലേക്ക് നമ്മളും എത്തുമോ അറിയില്ല. എത്തിയാൽ തന്നെ എത്ര ദിവസം ഉണ്ടാവും? ഒന്നിനും ഒരു നിശ്ചയമില്ല. കുറെ കൂടി വേഗം നമ്മൾ നല്ല മനുഷ്യരായി രൂപാന്തരപ്പെട്ടിരുന്നെങ്കിൽ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.